ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഉടൻ തന്നെ വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് പൊതുവെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുപ്പിനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം സംശയങ്ങളുണ്ടാവും. സിലബസ്, ഏത് എക്സാമിനേഷന്റെ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എക്സാമിനേഷന് തയ്യാറെടുത്ത് കഴിഞ്ഞ് സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ തുടങ്ങിയ ധാരാളം സംശയങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പഠനം കൃത്യമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവന്നതിന് ഒരു കോമൺ ആയിട്ടുള്ള കുറെ ഗോൾസ് ഉണ്ട്. അതായത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാൽ പോലും എക്സാമിനേഷൻ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് കോറായിട്ടുള്ള സബ്ജക്റ്റുകളിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ തയ്യാറെടുത്ത് തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു കൃത്യമായ റോഡ് മാപ്പ് അനിവാര്യമാണ്. എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്ക് പഠിച്ച് തീർക്കേണ്ടതിന്റെ കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാവണം. ഒപ്പം തന്നെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമിന്റെ ടൈമിലേക്കുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാവണം. ശേഷം റിവിഷൻ തുടങ്ങിയ പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ എപ്പോഴും ഒരു വലിയ എക്സാമിനേഷനെ നല്ല റാങ്കിൽ ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രാക്ക് ചെയ്യുവാൻ സഹായിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പഠനത്തെ കൃത്യമായ സ്ട്രാറ്റജി രൂപപ്പെടുത്തുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു വെബിനാർ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഈ വെബിനാറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ മേഖലയ്ക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അനിവാര്യമായി പഠിച്ചേ പറ്റൂ എന്ന് പറയുന്ന ടോപ്പിക്കുകൾ, വേണമെങ്കിൽ സിലബസ് വന്ന ശേഷം മാത്രം പഠിച്ചാൽ മതി എന്ന് കരുതേണ്ടുന്ന ടോപ്പിക്കുകൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വെബിനാറിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നേരിട്ട് അധ്യാപകരോട് നേരിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് അത് ദൂരീകരിച്ച് പോകാൻ ശ്രമിക്കണം. പിന്നീടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന സംശയങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നേരിട്ട് ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുവാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകുന്ന ഫില്ല് ചെയ്യുക. ഇനി വെബിനാർ എന്നാണ് എന്ന് നമുക്ക് പറയാം. ഈ വെബിനാർ വരുന്നത് ഓഗസ്റ്റ് 17 വൈകുന്നേരം 8 മണിക്കാണ്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ വെബിനാറിൽ പങ്കെടുക്കണം. ഈ വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് ഒന്നുകൂടി ഞാൻ പറയുകയാണ്, താഴെയുള്ള ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അവിടെ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ലഭിക്കുകയും അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പങ്കെടുക്കാനും കഴിയും. അപ്പോൾ മറക്കാതെ എല്ലാവരും ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.